തിരുപ്പൻ. ഇത് നമ്മൾ പഴയ കാലത്തില്ലെന്ന് പിന്നെ നാക്കാലിയൊക്കെ കയറ് തിരിഞ്ഞിട്ട് കൊടുത്തിന്. അത് തന്നെ, അതാണ്. അത് ഇത് ഇനി എവിടേക്കായാലും ശരി തിരിഞ്ഞു. ഇത് നെയ്നോന്നൂലാണ്. ഇത് കൈകൊണ്ട് കെട്ടിണ്ടാക്കിയ ഇതില്ലേ. കൈകൊണ്ട് ഒറ്റ ഇത് ഇതിനായിട്ട് ആവശ്യക്കാരുണ്ട്. വില കൂടുതലായിക്കോട്ടെ ആയിക്കോട്ടെ, അതിന് ആവശ്യക്കാരുണ്ട്. അതിന് 1 മാസം 1.5 മാസമൊക്കെ പിടിക്കും ഒരു വല എടുക്കാം, ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതെന്ന് പറഞ്ഞാൽ തീരെ പണിയില്ലാത്തവർക്ക് ഇത് പറ്റുള്ളൂ കേട്ടോ. പണിയുള്ളവർ ഇത് മേൽക്കൊന്നും ഇത് 3D വലയാണ്. 3D എന്ന് പറഞ്ഞാൽ 3 അട്ടിൻ്റെ വല. ഇതിൽ 3 വിരലിൻ്റെ വല ഉണ്ട്, 4 വിരലിൻ്റെ വല ഉണ്ട്, 2 വിരലിൻ്റെ വല ഉണ്ട്. ഇതിൽ തന്നെ 3 അട്ടി വല. ഇത് കണ്ട 3 ലെയറാണ് ഒരു വലക്ക്. അപ്പൊ ഇതിലെല്ലാം ഉണ്ടാവും, എല്ലാം കൂടും. എല്ലാ തരത്തിലുള്ള മീനിലും കുടുങ്ങും. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒറ്റട്ടി ആകുമ്പോൾ വേഗം ഊരി എടുക്കാം, മറ്റേതാവുമ്പോൾ എടുക്കാം. പൊട്ടിച്ചൊന്നും എടുക്കണ്ട, ചിലങ്ങനെ ഊരി തന്നെ എടുക്കാം. അലിവാക്കെ എന്താ പരിപാടി? വല കെട്ടുന്ന പണിയാണ്, വല കോക്കുന്ന പണിയാണ്. ഇത് പല ചിലക്കും പണിയെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ചിലവരെ പണി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓരോ പേഷൻ കോത്തിടുക. ചിലവർ എന്താണെന്നറിയാം ഇങ്ങനെ കോത്തിടും. ഇങ്ങനെ കോത്തിട്ടാൽ അത് വേഗം പെട്ടെന്നേ പണി കഴിഞ്ഞ് ഇങ്ങനെ കോത്തിടും. നൂലുകൊണ്ട് കോത്തിടുക. അത് ഇങ്ങനെ 2 കോപ്പ് കൊത്താൻ ആർക്കും അറിയാൻ പറ്റൂലത്. നമ്മളെന്താ ചെയ്യാന്നറിയാം, 2 കുത്തിടും. ഇതാ 2 കുത്തിട്ട് ഇതുണ്ട് കെട്ടും. ഇതുണ്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കെട്ട് കയ്യൂല, ലൂസാവൂല. അതാണ് ഇതിൻ്റെ പണി. അതേമാതിരി തന്നെ വല കെട്ടുണ്ടു തന്നെയാണ്. അധികം എന്ന് പറഞ്ഞാൽ ഏപ്പ് കൊടുക്കേണ്ട മീ ഇതുപോലെ കോത്തിട്ട് എവിടെയെങ്കിലും ഒരു 100 കണ്ണി കോത്തിട്ട് ഒരു കണ്ണിക്കാണ്ട് കെട്ടും. അത് കെട്ട് കഴിഞ്ഞാൽ കണ്ണിയാണ്ട് പൊട്ടിപ്പോവും. ഇതല്ല നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ഒരു 3 ആളെ പണി ഒരു വലമേലേറെ വരും. കുത്തിടും 2 കുത്തു 2 മറിയിടും. ചിലവരിത് കോപ്പ് മാത്രമേ ഇടൂ. പിന്നെ വേറെയും പ്രത്യേകത ഉണ്ടല്ലോ ഈ ഒരു വലമണി ഇടുന്ന സംഭവം. അത് തന്നെ ഈ വലമണി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലമണി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും ചെയ്യൽ എന്താണെന്നറിയോ, ഇതാ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ ഇടണോലും ഉണ്ട്, ഇതാ ഇങ്ങനെ കെട്ടിങ്കാട്ട് ഇടണോലും ഉണ്ട്, ഇതാ ഇത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിങ്കാട്ട് ഇടണോലും ഉണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ ചെയ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിടണോലും ഉണ്ട്. അപ്പോൾ ഇത് പണി ആക്കായി, പണി ഡബിൾ വരൂല. അതാ ഇതാ ഇങ്ങനെ കെട്ടിങ്കാട്ട് കുത്തു കൊടുക്കും. പണി കഴിഞ്ഞ് ഇതിൻ്റെ പണി ഈ പണിയോടുകൂടെ കഴിഞ്ഞ്. നമ്മളതല്ല, ഈ കുത്തു കൊടുത്തില്ലേ, ഈ കുത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതാ ഇങ്ങനെ എടുക്കും. ഇതാ ഇടയിൽ കൂടെ കണ്ട് എടുത്തിട്ട് ഇതാ പിന്നെ ഇതാ ഇങ്ങനെ എടുക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടിയ. ഇത് ഡബിള്. ഇത് കോത്ത് ശരിയായിട്ടില്ല, ഈ വട്ടാണിന് കുടുങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അത് വലിച്ചാൽ കിട്ടൂല. അപ്പോൾ അത് വട്ടാണിന് കുടുങ്ങാതെ എങ്ങനെ എടുക്കണം. ഈ വട്ടാണ്, ഇതാണ് വട്ടാണ് എന്ന് പറഞ്ഞത്. അതെ, ഇത് വട്ടാണ്. ഇതിന് എന്നിട്ട് ഇങ്ങോട്ട് 2 മറി വെക്കും. ഇതിന് ഈ 2 മറി വെക്കും. ഈ 2 മറി വെച്ച് കഴിഞ്ഞ് ഇതാണ്ട് ഇട്ടഞ്ഞ് കല്ല് പിടിച്ചാൽ വരെ പൊട്ടിയാൽ ഈ നൂല് പൊട്ടൂല, മണി തൂങ്ങൂല. മറ്റേത് ഈ കോത്തി നമ്മൾ കോത്തിട്ടില്ലെങ്കിൽ ഈ മണി കുറച്ച് 2 ദിവസം കഴിഞ്ഞ് കല്ലിന് പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ ഇതാണ്ട് തൂങ്ങും. കയ്യിൻ്റെ വിരൽ ഇതിനുള്ളിൽ കൂടെ പോകും. അപ്പോൾ ചെറിയ മീനൊക്കെ അതിലൂടെ ഒഴിഞ്ഞു പോകും. പിന്നെ അതുമല്ല ഒരുപാട് കേപ്പ് കൊടുങ്ങും. മീന് ചെറുമീൻ ഒക്കെ ഒഴിഞ്ഞു പോകും. ഇതല്ല, ഇത് ഒരു കാലത്തും ഇത് വരൂല. ഇതിപ്പോൾ ഇന്നെ വിശ്വസിച്ചിങ്ങോട്ട് ഓരോരോ ഇനിയിപ്പോൾ കളയാട്ടക്കാവ് പോകും, അവിടെ പോയാൽ ഇന്നെ ചോദിച്ചു വരണോലുണ്ട്. അതേ സ്ഥാനത്ത് എൻ്റെ വലക്ക് 2000-ന് 5000-നാണെങ്കിൽ 3000-ന് അവിടെ വല വേറെ കിട്ടാണ്ട്. ഇത് ഇങ്ങനെ പണിയെടുത്ത വല ഇനി എങ്ങനെയും കൊടുക്കാം. അതിന്റെ പരിപാടി കഴിയുന്നതല്ല. ഇങ്ങനെ കുറ്റിച്ചൂല കിടക്കും, വല പരക്കൂല. ഇത് നമ്മൾ എന്താ ചെയ്യാന്നറിയാം, നമ്മൾ ആ ഈ തലയുണ്ട് പിടിച്ചിട്ട് വലണ്ട് വലിച്ചു. അത് നമ്മൾ വീഡിയോയിൽ കാട്ടിത്തരാം. വലിച്ചിട്ട് ഈ ഇതില്ലേ, ഈ തോട മേൽപോകാൻ പപ്പടം പോലെ പരക്കണം. ആ വലയെ പരക്കുള്ളൂ. അപ്പോൾ വല എന്ന് പറഞ്ഞാലേ സിമ്പിൾ പരിപാടിയല്ല. വല ഒരുപാട് കിട്ടാനുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ ഏതൊരു ചെറിയൊരു മേഖലയാണെന്നുണ്ടെങ്കിലും ആ മേഖലയിൽ നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അലിവേക്ക. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സീസൺ ആയ സമയത്ത് അലിവേക്കൻ്റെ അടുത്ത് ഒന്നും കൂടി വന്നതാണ്. നമുക്ക് അന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു വല അന്വേഷിച്ച് നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അലിവേക്കനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ വല ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന രീതിയിൽ കുറച്ച് വിശേഷം കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കൂടുവല എന്ന് പറയും. ഇതാണ് കൂടുവല. ഈ മീൻ കയറിയാൽ ഇതിൽ നിന്ന് ഇറങ്ങൂല. ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയ 2 വല. ഇതിങ്ങനെ നടന്നു പോയാ അത് വേണ്ട, മീനായിട്ട് കയറി കഴിഞ്ഞാൽ നേരെ കയറി പോവും. നേറി ആ തല ഒന്ന് പോയി പിടിച്ചാടാ. ആ തല അവിടെ ആ തല അത്രയും നീളേണ്ടത്
അത്രയും നീളമുണ്ട്. അത്ര നീളം നമ്മൾ വെള്ളം ഒലിച്ചു പോകുന്നിടത്ത് കണ്ട് വെക്കാം. പിന്നെ വെള്ളം എതിർന്ന് കയറുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് മൂട് പിടിച്ച് കെട്ടി കൊടുക്കണം. മറ്റേത് ഇങ്ങോട്ട് വന്നോളൂ. അതേ സ്ഥാനത്ത് നേരെ കീപ്പട്ട് വരുവാണെങ്കിൽ അവിടെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ മീൻ പിടിച്ചിങ്ങാട്ട് ഇത് എടുക്കൊന്നും വേണ്ട, അവിടെ തന്നെ വെച്ച് ആ മൂട് കഴിച്ച് തട്ടിയെടുക്കാം. ഇത് ഡബിൾ ആണ്, അത് ഡബിൾ വലയാണ്. ഒറ്റ ഉണ്ട്, അത് ഒറ്റ ഒന്നുള്ള ഇഷ്ടമായിട്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇത് മീഡിയനേ ഉള്ളൂ. ഇത് കണ്ടാടി വലയാണ്. കണ്ടാടി ഇത് വയറാണ്. വയർ ഈയത്തിന് പകരം വയർ. ഇതാവുമ്പോ എന്താണെന്നറിയോ, കുടുങ്ങൂല. ഒറ്റക്കൊരാൾക്ക് ഇങ്ങനെ ഇത് വല്ലാതെ താവേണ്ട ആവശ്യമില്ല. ഇതാണ്ട് താന്നു പോവും. താവൂലേ? നല്ല വെയിറ്റുള്ള ഈയാണ്, അല്ല മണിയാണ്. അതേമാതിരി ഇത് വളിനോൽക്ക് വളിയ ഇത് വാളവലയാണ്. ഇതൊരു 2-3 കയണ്ടാവും. ഇത് ഒരു നമ്പർ വലയാണ്. ഒരു നമ്പർ വല. വലനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഒരു നമ്പർ വല 4 വിരൽ വലയാണ്. ഇത് വാളക്കും ഇതാവും. പിന്നെ അതുപോലെ വലിച്ചു കൂട്ടിട്ട് പോലെ ഉണ്ടാവും. വലിച്ചു കൂട്ടുന്ന വലയുണ്ട്. ചിലവർക്ക് എന്താണെന്നറിയോ, കാലാകാലങ്ങളും ഇതായി എത്ര നേരിയ വല എത്രത്തോളം ഉണ്ട് അത്രത്തോളം മീൻ കിട്ടുക. പിന്നെന്താ വല അങ്ങനെ വല്ലാണ്ട് വീട് നിൽക്കൂല എന്ന് മാത്രം. അതിന് മാത്രം മീൻ കിട്ടും. വല ഒരണ്ടായി കഴിഞ്ഞാൽ മീൻ പറ്റി കുറയും. നൈസാണ് ഇത്. 0 ഇത് നൈസല്ല, ഇത് അരയാണ്. അരയും കാലും 0 വല ഇട്ടുണ്ട് ആൾക്കാർ അധികം ഇടണ്ടേ. നമ്മളൊന്നും എന്നോട് അധികം 0 ഒട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. 2 മാസമേ നിൽക്കുള്ളൂ. പറയുന്നതാ വല വലിച്ച് കൊണ്ടുവരുമ്പോൾ നേരം അതിൽ മീൻ ഉണ്ടാവും. പുറത്തുനിന്ന് പഞ്ഞു കൊടുക്കും. എത്ര നേരിയ വല ആയാലും വല വലിപ്പം വേണം. ആ വലിപ്പം ഉണ്ടായ എന്താണെന്നറിയോ, അയി കിടന്ന് പാഞ്ഞു കളിക്കും. ചെറിയ വല ആവുമ്പോൾ പുള്ളു വേണ്ടി പരന്ന് വിജുമ്പോൾ അയി കുത്തി അട്ടിന്ന് പറഞ്ഞ് ദാർപ്പായ്മൽ നമ്മൾ ഇതാണ് ജ്യൂസുള്ള ദാർപ്പായും ഇതുള്ള അതേമാതിരി ഇതിലൊക്കെ നമ്മൾ ഈ 25 കടവിൻ്റെ വന്ന് 8 കിലോ 10 കിലോണിലൊക്കെ കിടന്നൊക്കെ ഇങ്ങനത്തെ വല കിട്ടലുണ്ട്. അപ്പം എന്താ അതിന് മാത്രം ലൂസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10-12 പാലില്ലേ, ചെറുതാവണ സമയത്ത് ലൂസ് വേണം. ഇത് 3D വലയാണ്. 3D എന്ന് പറഞ്ഞാൽ 3 അട്ടിൻ്റെ വല. ഇത് 3 അട്ടിൻ്റെ വല. ഇതും വയറാണ്. ഇത് നൂർത്തേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൽ 3 വിരലിന്റെ വല ഉണ്ട്, 4 വിരലിന്റെ വല ഉണ്ട്, 2 വിരലിന്റെ വല ഉണ്ട്. 3 അട്ടി വല. ഇത് കണ്ടോ, 3 ലെയറാണ് ഒരു വലക്ക്. അപ്പൊ ഇതിലെല്ലാം ഉണ്ടാവും, എല്ലാം കൂടും. എല്ലാ തരത്തിലുള്ള മീനിലും കുടുങ്ങും. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒറ്റട്ടി ആകുമ്പോൾ വേഗം ഊരി എടുക്കാം. മറ്റേതാവുമ്പോൾ എടുക്കാം. പറഞ്ഞാ പൊട്ടിച്ചൊന്നും എടുക്കണ്ട, ചിലങ്ങനെ ഊരി തന്നെ എടുക്കാം. എന്താണെന്നറിയോ, മറ്റേതാവുമ്പോൾ എന്താണെന്നറിയോ, പിന്നെ ഇതിൽ ഒരു വല ഇടുന്നത്, ഒരു വല മറ്റേ 3 വല ഇടുന്നതിൽ ഈ ഒറ്റ വല ഇട്ടാൽ ഇതിലെല്ലാ മീനുണ്ടാവും. ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞുതരാം. ഇത് നൈനോന്നൂലാണ്. ഇത് കൈകൊണ്ട് കെട്ടിണ്ടാക്കിയ ഇതിലെ കൈകൊണ്ട് ഒറ്റ. ഇത് ഇതിനായിട്ട് ആവശ്യക്കാരുണ്ട്. വില കൂടുതലായിക്കോട്ടെ അതിന് ആവശ്യക്കാരുണ്ട്. അതിന് 1 മാസം 1.5 മാസമൊക്കെ പിടിക്കും ഒരു വല എടുക്കാം, ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതെന്ന് പറഞ്ഞാൽ തീരെ പണിയില്ലാത്തവർക്ക് ഇത് പറ്റുള്ളൂ കേട്ടോ. പണിയുള്ളവർ ഇതുമേൽക്കൊന്നും അത്രയും മണിയുണ്ട് അല്ലേ. അപ്പൊ ഇത് ശരി നാടൻകെട്ടിന്റെ അല്ല, നാടൻകെട്ട് കെട്ടിയാലും മീൻ കൂടുതൽ കിട്ടും. അതുകൊണ്ട് മീൻക്കെല്ലാം ഒരു വൃത്തി ഉണ്ടാവും, വലയും നല്ല ഫുള്ള് ഇതാവും. ഇത് കണ്ടോ, ഇതിന് ഒരു സ്ഥലത്തും ഒരു ഏപ്പ് ഉണ്ടാവില്ല. കൊട പോലെ ഫുള്ള്. മറ്റേത് വിരിയും. പണി അതിന്റെ മട്ടത്തിന് എടുത്താൽ വിരിയും. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ലൈന് വരിക. മാവ് ഇട്ടുകാട്ട് അതിനെ എത്തിച്ച് കൊണ്ടുവരാം. മോളിന്ന് എത്തിച്ച് അതായത് ഇവിടെ ഇങ്ങനെ വലിപ്പം കൂടി ഇതിങ്ങനെ കൂട്ടുകയാണ്. മേലേക്ക് കുറച്ച് വരുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ അടുക്കി കൂട്ടി വരും. അതിന്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ചെയ്യണം. മാവ് തിങ്ങാട്ട് ഈ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. നല്ല വല കിട്ടുന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് ചെറുകണ്ണിയുണ്ട്. ഈ നാടൻ കൈകൊണ്ട് കെട്ടിയത് ചെറുകണ്ണിയുണ്ട്. ഒരു അരവരലും ഉണ്ട്, 1.5 വിരലും ഉണ്ട്, 2 വിരലും ഉണ്ട്. ഇത് ക്രോസ് വലയാണ്. ഇത് ക്രോസിൽ ഇങ്ങനെ മൂട്ടി വരിക. നീളമൂട്ട് എന്ന് പറയും. അതുവരെ നീളമൂട്ട. അത് കട്ട് ചെയ്തിട്ട് മേലെ അടിയായിട്ട് ഇതായിട്ട് ജോയിൻ്റ് ആക്കി കൊണ്ടുവരിക. ഈ ജോയിൻ്റ് ആക്കി കൊണ്ടുവന്നുകൊണ്ട് മാത്രം പോരാ, ഈ ജോയിൻറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടി നമുക്ക് വിരുട്ടണം. അതിന് ഇവിടെ മേലെ കണ്ണി തോന വേണം. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണി തോന. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കണ്ണി. ചിലവർ ഇതിൻ്റെ 4 ഭാഗം കണ്ണീടുള്ളൂ. അങ്ങനെ പാവുമ്പോൾ ഇതെന്താണെന്നറിയോ, ഇതുപോലേക്ക് വേഗം കെട്ടിയും കാട്ടി ഇങ്ങോട്ട് ഇറക്കാം. വേഗം പണി കഴിച്ചു ഓൽക്ക്. കണ്ണി അതിനനുസരിച്ച് താഴത്ത് കുറച്ച് കൊടുത്താൽ കുറച്ച് അല്ലേ വരുള്ളൂ. ഇതിന് തോന ഇവിടെ ഇടുമ്പോൾ താഴത്ത്, എന്നാലും ഇത് വിരിയുള്ളൂ. മറ്റേതാണ്
എങ്ങനെയെങ്കിലും ഇവിടെ കണ്ണി കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അതിനനുസരിച്ച് ഇവിടെ വിരിയുള്ളൂ. പിന്നെ ഇത് കാല് കെട്ടൽ ഒരാൾക്ക് തൂക്കിയിട്ടും കാട്ടി കെട്ടാര മണിക്കൂർ കൊണ്ട് കെട്ടാം. അതേ സ്ഥാനത്ത് ഇത് 3 ആൾ വേണം ഇത് കെട്ടാൻ. എന്ന് വെച്ചാൽ ഇത് പല ഞങ്ങൾ പരത്തിയിടും. പരത്തിയിട്ടിട്ട് ഇതിങ്ങനെ വിരിക്കും. ഇതിങ്ങനെ വിരിച്ചിട്ട് ഓരോ എതിലും ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഒരാളാണ്ട് കൊടുക്കും. എന്നിട്ട് അത് കെട്ടിയതിന് ശേഷം മറ്റേ കാല് കൊടുക്കുള്ളൂ. അപ്പോൾ അത് പിരിവില്ല. തൂക്കിയിട്ട് കെട്ടുമ്പോൾ എവിടെ നിന്നാണ് കാല് നമുക്ക് എടുക്കുന്നത് മനസ്സിലാവില്ല. അത് പിരിയും. പിന്നെ എന്തിന് വേറെ സ്ഥലം വേണം. പിന്നെ ഇതിഞ്ഞി കയറ് പിരിയില്ല. ഇനി എങ്ങനെ കളിച്ചാലും പിരിയില്ല. അതിന് തിരുപ്പെന്ന് പറയുന്ന സാധനമാണത്. തിരുപ്പൻ. ഇത് നമ്മൾ പഴയ കാലത്തില്ലെന്ന് പിന്നെ നാക്കാലിയൊക്കെ കയറ് തിരിഞ്ഞിട്ട് കൊടുത്തിനി. അത് തന്നെ അതാണ്. ഇത് ഇനി എവിടേക്കായാലും ശരി തിരിഞ്ഞു പോകില്ല. കയറിങ്ങനെ പിരിയില്ല. ഇതെന്ന് പറഞ്ഞാൽ മീൻ കോരി പിടിക്കുന്ന വല. അക്വേറിയത്തിലും പിടിക്കുക, വളർത്ത് പിടിക്കുക. പിന്നെ ഇതിങ്ങനെ ഇട്ടും കാട്ട് മീൻ കണ്ടിക്കാണിച്ച് ഇങ്ങനെ ഇടാം. ഞണ്ടിനെ പിടിക്കുക. എല്ലാ ഇതും അങ്ങനത്തെ ഐറ്റങ്ങളാണ് കേട്ടോ. ഇത് നൂലിൻ്റെ കണ്ടാടി. പഴയ കാലത്തെ നൂലിൻ്റെ കണ്ടാടി, നൂല് വല കേട്ടോ. മൂപ്പര എന്താ പറയാ ഗോഡൗൺ ആണിത്. ഗോഡൗണിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിലാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോക്ക് ചെയ്യുന്നത് വല ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ കംപ്ലീറ്റ് വല. വല കൊണ്ടുവരുന്നത് ഇത് ഞാൻ പിന്നെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുണ്ട്. അപ്പം നമുക്ക് ഒരാളെ ഇറക്കി തരാം. ഇതാണ് പക്കുവല, കടസിൻ്റെ പക്കുവല ഉണ്ടോ. ഇത് വലിയ വക്ക. വലിയ വക്ക്. ഇത് ചെറുവല. ഇത് 6 മുളയുള്ളൂ. 7 മുളം 6 മുളം. ഇതും അതേമാതിരി തന്നെ ചെറിയ സ്ഥലത്തേക്ക് അങ്ങനത്തെ വല. ഇത് ചെറുകണ്ടാടി ഉണ്ട്. ഇതൊക്കെ ചെറുകണ്ടാടി. ഇത് വലിയ കണ്ടാടി. ഇത് ഒരു 9 വലയാണ്. നമ്മൾ ചെറുപ്പം മുതൽക്ക് തന്നെ ഇതിന്റെ പണിയാണല്ലോ അല്ലേ? ഇതിന്റെ പണി മീൻ പിടിക്കലാണ്. ആദ്യം മീൻ പിടിക്കലാണ്. പിന്നെയാണ് ഈ വലേന്റെ മേഖലയ്ക്ക് വന്നത്. ഇതിന്റെ പണിയെടുത്ത ആൾക്കാർക്ക് ഇതിന്റെ സാധനം ഉണ്ടാക്കുമ്പോ മനസ്സിലാവും. അത് തന്നെയാണ് ഇപ്പൊ ഒരു വിധ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് പറയില്ല, ഉൾപ്പുറം ഒരുപാട് വലക്കാരുണ്ട്, നമ്മളെവിടെ ഉണ്ട് ഒക്കെ ഉണ്ട്. ഈ വല പണിയെടുത്ത് കൊടുക്കാൻ നമ്മളാ നന്നാക്കി കൊടുക്കും. അതെല്ലാ റിപ്പയറും ഉണ്ട്. പീടിയെന്ന് മേടിക്കുന്നത് ചുരുക്കുണ്ടായിരിക്കൂല. വലക്ക് ചുരുക്ക് എന്ന് പറഞ്ഞതാ. ഇത് ഇത്രയും 1 മീറ്റർ വലക്കുള്ള ചുരുക്കാണിത്. പീടിയെന്ന് മേടിക്കുന്നത് അങ്ങനെ ഇത് കണ്ണി കുടുങ്ങിയ കണ്ണിലത്തേത്. ഇത് അതല്ല, ഇത് അതിനെക്കാട്ടി വലിപ്പമുള്ള കുടുങ്ങിയാൽ ഇത് കണ്ണി പണിഞ്ഞിട്ടു. ചുരുക്ക് വേണം വലക്ക്. നമ്മളത് 1 മീറ്റർ, പീടിയക്കാർ 3 മീറ്റർ ഉണ്ടാക്കും. അതിനൊക്കെ ഓരോ ഇതുണ്ട്. അപ്പൊ എന്താണെന്നറിയോ, കുറച്ച് സാധനം കിട്ടും. പറയുന്നത് നമ്മൾക്കാട്ടി മലയാണ് പീഡിയക്കാർ. വാടക പല ഇതുണ്ട്. ഓരോ കുറ്റം പറയല്ല. ഇനിയിപ്പോ പീഡിയക്കാർ നിങ്ങളടുത്ത് വാങ്ങിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിലേറെ അതാണ് പറഞ്ഞത്. എന്നോട് ഒരുപാട് പീഡിയക്കാർ ചോദിക്കേണ്ടി. ഞാൻ കൊടുക്കില്ല. അങ്ങനെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ എന്താണെന്നറിയോ, അത് നമുക്ക് ഇതാവില്ല. ഇന്ന ആളെ വല എന്ന് പറയുമ്പോൾ ആരും മേടിച്ചോണ്ടോ. അത് മേടിച്ചുകൊണ്ടേ ഒരു പണി മോശമാണെന്ന് പറയുമ്പോൾ ആൾക്കാർ വരില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് ഇവിടെ വരണോ ഇല്ലാതാവും. അതാണ് നിങ്ങൾ ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് പീഡിയക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞങ്ങൾ വിറ്റോളാം. ഞമ്മക്ക് നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഈ കച്ചവടം എന്താ പറയാ ക്രെഡിബിലിറ്റി ഉണ്ട്. ഒരു ബ്രാൻഡ് ഉണ്ട്. അലിവാക്കാന്റെ വല എന്ന് പറയുമ്പോൾ ഇപ്പോ കുറച്ചപ്പോൾ വീഡിയോ കൂടി ഇട്ട സമയത്ത് അത് കുറച്ച് അറിയപ്പെട്ടു. ഇപ്പോഴല്ല, ഇത് ഒരുപാട് ഇത് ഫസ്റ്റില് വീഡിയോ ഇറങ്ങുന്നത് ഈ വല. ഇത് കമാല് ചേളാരി ഓനാണ് ഫസ്റ്റിൽ. ഇപ്പൊ കമാലി വീഡിയോ കേൾക്കും. ഇപ്പൊ എൻ്റെ ഒക്കെ കേൾക്കും. അങ്ങനെ 5-10 വീഡിയോ എടുത്തിന്. എപ്പോനെ വരലില്ല. ഓൻ അവിടെ കച്ചവടം തുടങ്ങിയാണ്. അതുകൊണ്ടാവും സ്വന്തമായിട്ട് ആയിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞല്ലോ ഉണ്ടാവുള്ളൂ വിളിച്ചപ്പോ ഒന്നില്ല. അപ്പൊ അതാണ് നിങ്ങളോട് കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കുക നമ്മളത് പുതുക്കിക്കാളെന്ന് അറിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞത്. ബിസിനസ്സും കൂടിയാണ്, ബിസിനസ്സും കൂടിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൊറിയർ അതേമാതിരി കൊറിയർ ഇഷ്ടമാതിരി കൊറിയർ ഉണ്ട്. ഇപ്പൊ സീസൺ മോശം സീസൺ ആയാലും ഉണ്ടാവും. അപ്പൊ എന്നാലും നമ്മൾ തെറ്റില്ലാത്ത രീതിയിൽ ഒരു പ്രായത്തിലും ഒരു ബിസിനസ് ഒരാളത് ഇതാകാണ്ട് നമ്മൾ ബിസിനസ് ആയിട്ട് ഇങ്ങനെ അതാണ്. അത് ഒരു ബിസിനസ് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആട്ടോ. അതൊക്കെ ഏതൊരു മേഖലയിലായാലും നിങ്ങൾ ഇത്രയും കാലത്തെ അനുഭവം അറിവൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു വില. ഇനി ഒരുപാട് ആളുകൾ നിങ്ങളെ വല വാങ്ങട്ടെ. നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോട്ടെ. അപ്പോൾ കണ്ടതിലും ഈ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.